Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് എടുക്കുന്നത്, ഡയറ്ററി സർവീസസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? ജസ്റ്റ് ഒന്ന് വായിക്കാൻ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ, അപ്പോൾ ഡയറ്ററി സർവീസസ് നമ്മൾ ഹോസ്പിറ്റലിലെ ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സുകളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ട് വരുന്നത്. സോ ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സും മെയിൻ ഡിപ്പാർട്ട്മെന്റ്സുകളൊക്കെയാണ് നോക്കിക്കൊണ്ട് വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഡയറ്ററി സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഡയറ്ററി എന്ന് പറയുമ്പോൾ എന്താണ് ഡയറ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊരു ഹോസ്പിറ്റലില് ഡയറ്ററി സർവീസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു ഹോസ്പിറ്റലിലെ ഡയറ്ററി കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ്? ഫുഡാണ്, ക്യാൻറ്റീൻ ആണ്, ദെൻ വേറെ എന്തൊക്കെയുണ്ട്? ക്യാൻറ്റീൻ എന്ന് പറയാൻ പറ്റുമോ? ഡയറ്ററി ക്യാൻറ്റീൻ ആണ്, ഫുഡും ഡ്രിങ്ക്സും ഫുഡ്സ് ഒക്കെയാണ്. എങ്കിലും ക്യാൻറ്റീന് പുറമെ വേറെ എന്തെങ്കിലും ഡയറ്ററി സർവീസസ് ഉണ്ടോ ഹോസ്പിറ്റലില്? ഹെൽത്തി ഫുഡ്സ് ആണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഒന്നുമില്ല ഡയറ്ററി ഡയറ്റ്. ഓക്കെ, അതായത് ഇപ്പൊ ഹോസ്പിറ്റലില് പലതരത്തിലുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാകും അല്ലെ? അപ്പോ അവർക്ക് അവരുടെ അസുഖത്തിന് ചിലപ്പോ ചില ഫുഡുകൾ കഴിക്കാൻ പറ്റില്ല, ചില ഫുഡുകൾ കഴിക്കണം അല്ലെ എന്നിങ്ങനെ. ഇപ്പോ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഡയബറ്റിക് പേഷ്യൻസിന് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ? ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വേണം. അതുപോലെ മറ്റേതെങ്കിലും ഇപ്പൊ BP ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് എന്താണ്, നമുക്ക് ഒട്ടും പാടില്ല അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് വേണം. സോ ഓരോ പേഷ്യന്റിനും ആ പേഷ്യന്റിന്റെ ഡയറ്റീഷ്യൻസ് ഒക്കെ വരുന്നുണ്ട് അല്ലെ? ഓരോ പേഷ്യൻസിനും അവരുടെ അസുഖത്തിന് അനുസൃതമായിട്ടുള്ള ഫുഡ്സും കാര്യങ്ങളും ഹെൽത്തി ഫുഡ്സും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സർവീസ് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഉണ്ട്. അതാണ് ഈ ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഒരു ഡയറ്റീഷ്യൻ ഉണ്ടാവും ഹോസ്പിറ്റലില്. ഇപ്പൊ കുറച്ചുകൂടി മൾട്ടി ഡെവലപ്ഡ് ആയിട്ടുള്ള വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ അവിടെ മസ്റ്റ് ആയിട്ട് ഉണ്ടാകും. ദെൻ ഡയറ്റീഷ്യന്റെ കീഴില് ഡയറ്റീഷ്യൻ ആ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ചാർട്ട് തയ്യാറാക്കും. അവരുടെ അസുഖത്തിന് ഏതെല്ലാം ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ ഏതെല്ലാം ഫുഡ് കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ആ ഹോസ്പിറ്റലില് ഡയറ്ററി സർവീസ് തന്നെ അവർക്ക് അവർ പേഷ്യന്റിന്റെ നീഡിനനുസരിച്ചിട്ടുള്ള ആഹാരങ്ങൾ പാകം ചെയ്യുന്ന ഒരു സേവനം. അതാണ് ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ. അല്ല ക്യാൻറ്റീൻ എന്ന് മാത്രം പറയാൻ പറ്റില്ല. ക്യാൻറ്റീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പേഷ്യൻസിന് നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഡയറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായിട്ടും സ്പെഷ്യൽ ആയിട്ട്, അതായത് നമ്മൾ ഓരോ അസുഖത്തിനായിട്ടുള്ള പേഷ്യൻസിന് അവർക്ക് അവരുടെ രോഗത്തിന് അനുസൃതമായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഡയറ്ററി സർവീസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. നോക്കാം, ഇൻട്രൊഡക്ഷൻ വായിക്കാം. Hospital dietary service is a service that meets the needs of patients coming from outside in the patient given nutrition recommendations and food counseling based on their needs while taking their diseases, kind and nature into consideration. ഇനി ഇവിടെ ഞാൻ വായിച്ചതില്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ഒരു പ്രാവശ്യം ഞാൻ വായിക്കാം കേട്ടോ. കുറച്ചതില് എന്താ ഫ്രം ഔട്ട്സൈഡ് കഴിഞ്ഞിട്ട് റിഗാർഡിങ് ഡയറ്റ് ആണോ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റില്? ടെക്സ്റ്റ് ബുക്കില് ഇൻട്രൊഡക്ഷനിലെ ഇങ്ങനെ തന്നെയാണോ കിടക്കുന്നത്? ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ്, പേഷ്യന്റ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് ഇൻ പേഷ്യന്റ് ഗിവൺ ന്യൂട്രീഷൻ, അങ്ങനെ തന്നെയാണോ കിടക്കുന്നത് ടെക്സ്റ്റില്? അങ്ങനെയാണ്. അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് കറക്ഷൻ ചെയ്യാനുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, ഞാൻ വായിക്കാം, നിങ്ങൾ അതൊന്ന് കറക്റ്റ് ചെയ്യാം, എന്നിട്ട് ഞാൻ വായിക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷനില് നോക്കാം. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് ഈസ് എ സർവീസ് that meets the needs of patient coming from outside regarding diet. അതായത് ഇൻപേഷ്യന്റ് ഗിവൻ ന്യൂട്രീഷൻ എന്നുള്ളത് വെട്ടിക്കൊണ്ട് അതിന്റെ മേളിൽ ഒന്ന് എഴുതാം റിഗാർഡിംഗ് ഡയറ്റ്. ഔട്ട്സൈഡ് റിഗാർഡിംഗ് ഡയറ്റ് എന്നാക്കാം കേട്ടോ. ഔട്ട്സൈഡ് റിഗാർഡിംഗ് ഡയറ്റ് എന്നാക്കാം. എഴുതിയോ? അവിടെ ഒരു രണ്ട് ഫസ്റ്റ് സെന്റൻസിലെ ഒരു ഭാഗം ഒരു കറക്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വായിക്കാം.
ഓക്കെ, ഞാൻ ഒന്ന് വായിക്കാം കേട്ടോ, ശ്രദ്ധിക്കണേ. Hospital dietary services is a service that meets the needs of patients coming from outside regarding diet recommendations and food counseling based on their needs while taking their diseases എന്നുള്ളത് ഒന്ന് വെട്ടിയേക്കാം. ഡിസീസസ് എന്നുള്ളത് വേണ്ട, അതൊന്ന് വെട്ടിക്കളയാ. ഡിസീസസ് ഇല്ല. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആണ്. കൈൻഡ് ആൻഡ് നേച്ചർ ഓഫ് ഡിസീസസ്, അങ്ങനെയുണ്ടോ? നേച്ചർ ഓഫ് ഡിസീസസ് അങ്ങനെയാണോ കിടക്കുന്നത്? ഓക്കെ, ആ ഒരു ഫസ്റ്റ് കുഞ്ഞു പാരഗ്രാഫിൽ മാത്രം ഒരു കറക്ഷൻസ് ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഫസ്റ്റത്തെ വെട്ടി ക്ലിയർ ചെയ്തല്ലോ. ഓക്കെ, ഇത് നമുക്കൊന്ന് വായിക്കാം. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് ഒന്നുകൂടെ പറയാം കേട്ടോ, ശ്രദ്ധിക്കാം. Hospital dietary services is a service that meets the needs of patients coming from outside regarding diet recommendations and food counseling based on their needs while taking their kind and nature of diseases consideration. Clear ആയോ? ആ പാരഗ്രാഫ് തിരുത്താനുള്ളതൊക്കെ തിരുത്തിയോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പോ ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് അവിടെ പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസസ് ഈസ് എ സർവീസ്, അല്ലെ? ഇതൊരു സേവനമാണ്. that meets the needs of patient coming from outside inpatient, given nutrition recommendations and food counseling based on their needs, taking their kinds and nature of diseases consideration. നമ്മൾ പറഞ്ഞു ഇപ്പോ ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിനുള്ളിലേക്ക് പ്രമേയങ്ങളും പേഷ്യൻസ് വരുന്നു. ആ പേഷ്യൻസിന് വേണ്ടി രോഗികളുടെ ആവശ്യങ്ങൾക്ക് അവരുടെ നീഡ്സിനനുസരിച്ച് നമ്മൾ പറഞ്ഞു ഓരോ പേഷ്യന്റിനും ചിലപ്പോൾ ഓരോ അസുഖങ്ങളായിരിക്കാം. സോ അവർക്ക് ആ ഡിസീസസിന് എന്തെല്ലാം ഫുഡ്സും കാര്യങ്ങളും കഴിക്കണം. സോ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നിറവേറ്റുന്ന പേഷ്യന്റിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ അവർക്ക് വേണ്ടുന്ന ഫുഡ്സ് റെക്കമെൻഡേഷൻസും ഫുഡ് കൗൺസിലിംഗ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഡയറ്ററി സർവീസ് ചെയ്യുന്നത്. പേഷ്യന്റിന്റെ ആവശ്യത്തിനനുസരിച്ചാണ്, അല്ലാതെ ഒരു ഡയറ്റീഷ്യന്റെ ഇഷ്ടപ്രകാരമോ ഹോസ്പിറ്റലിന്റെ ഇഷ്ടപ്രകാരമോ അല്ല. പേഷ്യൻസിന്റെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് കൊണ്ടുള്ള അവർക്ക് പേഷ്യൻസിന്റെ ഡിസീസസ് എന്താണോ, ഡിസീസസിന്റെ നേച്ചർ എന്താണ്, ഇതിനെല്ലാം അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ടുന്ന ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, then it is the most significant hospital supporting services. Hello, it is the most significant hospital supporting services. ഹോസ്പിറ്റലിലെ ഏറ്റവും സിഗ്നിഫിക്കന്റ് പ്രാധാന്യമുള്ള ഒരു സപ്പോർട്ടീവ് സർവീസസ് ആണ് ഡയറ്ററി സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അസിസ്റ്റിംഗ് ഇൻ ദ റിസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഡയറ്റ് ക്രിയേറ്റഡ് യൂസിങ് സയൻസ്. എന്താണ് പറയുന്നത്? അപ്പോ ഹോസ്പിറ്റലിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നതാണ്. എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? റിസ്റ്റോർ ദ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യത്തെ റിസ്റ്റോർ ചെയ്യുന്നു. എന്തിലൂടെ? ഡയറ്റ്സിലൂടെ. ക്രിയേറ്റ് യൂസിങ് സയൻസ്, അതായത് ശാസ്ത്രീയമായിട്ടുള്ള, സയൻസ് ഉദ്ദേശിക്കുന്നത് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നമ്മളുടെ ആ ഡയറ്റില് ആരോഗ്യത്തെ പുനഃസ്ഥാപിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഡയറ്ററി സർവീസ് വഴി ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ചുമ്മാ അവരുടെ ഇഷ്ടത്തിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമല്ല, മറിച്ച് സയൻസ്, അതായത് ശാസ്ത്രീയമായിട്ട് ഒരു അസുഖം എന്താണോ ആ അസുഖത്തിന് എന്തെല്ലാം ഫുഡുകൾ കഴിക്കാം അതിനനുസരിച്ചിട്ടുള്ള ആഹാരമാണ് നമ്മൾ ഡയറ്ററി സർവീസസിലൂടെ പേഷ്യൻസിന് അവരെ പ്രിപ്പയർ ചെയ്യുന്നത്. സോ നമ്മുടെ ആരോഗ്യത്തെ അത് റിസ്റ്റോർ ചെയ്യുന്നു. Educating the patients who are receiving treatment at the hospital regarding use and benefit of various food and healthy diets. പേഷ്യൻസിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ്. അവര് നമ്മൾ who are receiving treatment at the hospital, ഇപ്പോ ചികിത്സയിൽ ഇരിക്കുന്ന പേഷ്യൻസിനെ അവർക്ക് ഈ ഒരു ഡയറ്റിനെ കുറിച്ചിട്ടുള്ള ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഡയറ്റിന്റെ ഉപയോഗം എന്താണ്, വേരിയസ് ഫുഡ്സ് ഹെൽത്തി ഡയറ്റ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. നമ്മൾ പഠിപ്പിച്ച് എങ്ങനെയാണ് ഡയറ്ററി ഫുഡ്, നമ്മൾ ഫുഡ് ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു. ഇന്ന ഫുഡ് കഴിക്കാൻ പാടുള്ളൂ, ചില ഫുഡുകൾ കഴിക്കാൻ പാടില്ല, അല്ലെ? നിങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസോ അല്ലെങ്കിൽ BP ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർ ചില ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്യാറുണ്ടോ? ശ്രദ്ധിക്കാറുണ്ടോ നിങ്ങള്? ചില ഫുഡുകൾ മാത്രം കഴിക്കാൻ പാടുള്ളൂ, അല്ലെ?
ഇപ്പോ ഡയബറ്റിക് ആണെങ്കിൽ ഷുഗർ അത് ഒട്ടും തന്നെ കഴിക്കാൻ പാടില്ല. പിന്നെ എന്താണ്, കൃത്യസമയത്ത് ആഹാരം കഴിക്കണം. ഇനി BP ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിലോ മീൻസ് അവരൊട്ടും തന്നെ ഉപ്പ് അധികം ഉപയോഗിക്കാൻ പാടില്ല അല്ലെ. അപ്പോ നമ്മൾ കൃത്യമായിട്ടും എന്തൊക്കെയാണ് പേഷ്യൻസിന് ഒരു എഡ്യൂക്കേറ്റിംഗ് കൊടുക്കുകയാണ്. എങ്ങനെയാണ് വിവിധ ഭക്ഷണക്രമങ്ങളെ കുറിച്ചും ആ ഒരു രീതികളെ കുറിച്ചിട്ടൊക്കെ നമ്മള് ഉപയോഗത്തെയും ഗുണങ്ങളെ കുറിച്ചിട്ടൊക്കെ പേഷ്യന്റിനെ ഒരു എഡ്യൂക്കേറ്റിംഗ് ബോധവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. Then contains adequate amount of all necessary nutrients required for healthy growth and activity. നല്ലൊരു ഹെൽത്തി ഗ്രോത്ത് കിട്ടാനും പ്രവർത്തനങ്ങൾക്കുമായിട്ട് ആവശ്യമായിട്ടുള്ള എന്താണ് ന്യൂട്രിയൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ എത്രത്തോളം എമൗണ്ട് നമ്മളത് ഉപയോഗിക്കണം, ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫുഡ്സ് ഇതെല്ലാം നമ്മൾ ബോധവൽക്കരിക്കുന്നു. A nutritious diet is one that promotes or maintains good health. ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഒരു നല്ലൊരു ഗുഡ് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിന് നമ്മുടെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുകയും ചെയ്യണമെങ്കിൽ നല്ലൊരു ഗുഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ കീപ്പ് ചെയ്യണമെന്ന് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഫാസ്റ്റ് ഫുഡ് ഒക്കെയാണ് കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നത്. സോ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരുന്നുണ്ട് അല്ലെ. പഴയ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പുതിയ പുതിയ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇന്നിപ്പോ നമ്മള് പണ്ട് കാലത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ക്യാൻസർ എന്നുള്ളൊരു അസുഖം, രോഗം, ഡിസീസസ് ഒരു എന്താ പറയാ ലക്ഷത്തിൽ ഒരാൾക്കൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണോ? ലക്ഷത്തിൽ ഒരാൾക്കാണോ വരുന്നത്? ആണോ? ഒരു 100 പേരിൽ ഒരാൾക്കെങ്കിലും ഇന്ന് ക്യാൻസർ എന്ന് പറഞ്ഞൊരു അസുഖം വരുന്നുണ്ട്. ഉണ്ടോ? നമ്മൾ കേൾക്കണല്ലേ നമ്മൾ ഓരോ ദിവസങ്ങളിലും? ഇല്ലേ? എന്തുകൊണ്ടാണത്? നമ്മുടെ ഫുഡിന്റെ ആണ് കുറെയൊക്കെ അല്ലെ. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വന്നു. നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് യൂസ് ചെയ്യണില്ല. അല്ലെങ്കിൽ ഒരുപാട് ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്സ്, കളർ ചേർത്ത ഫുഡ് ഐറ്റംസ് ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു പരിധി വരെ ഫുഡിൽ നിന്നാണ് കൂടുതൽ അസുഖങ്ങൾ വരുന്നത് അല്ലെ. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് ഡയറ്റിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ ഹോസ്പിറ്റലിൽ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഡയറ്ററി സർവീസസ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഒരു ഡയറ്റീഷ്യൻ ഉണ്ടാകും. സോ പേഷ്യൻസ് ഡയറ്റീഷ്യനെ കാണുന്നു. ഡയറ്റീഷ്യൻ പേഷ്യൻസിന്റെ രോഗത്തിനനുസൃതമായിട്ടുള്ള ഫുഡുകൾ എത്രത്തോളം ന്യൂട്രിയൻസ് കഴിക്കണം, അല്ലെങ്കിൽ ഇന്ന ഫുഡുകൾ കഴിക്കാൻ പാടില്ല, കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കുന്നു. ദെൻ ആ പ്ലാനിനനുസരിച്ചിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഹോസ്പിറ്റലിലെ ഡയറ്ററി സർവീസസ് പേഷ്യന്റിന് വേണ്ടി കൃത്യസമയത്ത് അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ഇൻട്രൊഡക്ഷൻ വായിക്കാം കേട്ടോ. സിമ്പിൾ ആണ് കേട്ടോ, വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് മെഡിക്കൽ ടേമുകളൊക്കെ ഒന്നും വരുന്നില്ല. മനസ്സിലാക്കി വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ ഇൻട്രൊഡക്ഷൻ? സോ ഇൻട്രൊഡക്ഷൻ വായിച്ചപ്പോ ഒരു ഐഡിയ ഒക്കെ കിട്ടിയോ എന്താണ് ഡയറ്ററി സർവീസസ് എന്ന് പറയുന്നത്? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഒബ്ജക്റ്റീവ്സ് ആണ്. ഡയറ്ററി സർവീസസിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ ഒബ്ജക്റ്റീവ്സ്. ഇങ്ങനെ ഒരു ഡയറ്ററി സർവീസസിന്റെ ആവശ്യകതയുണ്ടോ അല്ലെ ഹോസ്പിറ്റലില്? സോ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ആ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പോയിന്റ്സുകൾ അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഒബ്ജക്റ്റീവ് ചോദിക്കാറുണ്ട് എക്സാമിന്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ to provide nutritious, delicious and healthy meals while retaining a high standard hygiene, production, delivery, sanitation to all patients.
അല്ലെ? അതായത് ഉയർന്ന നിലവാരമുള്ള നല്ല ശുചിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡിലീഷ്യസ് ആയിട്ടുള്ള ഹെൽത്തി മീൽസ് പ്രിപ്പയർ ചെയ്ത പേഷ്യൻസിന് നൽകുക. Then evaluation and diet planning. Evaluation and diet planning, അതായത് ഡയറ്റ് പ്ലാനിങ് വിലയിരുത്തണം. അതുപോലെ തന്നെ പ്ലാനിങ് ഒക്കെ തയ്യാറാക്കണം. ചുമ്മാ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടി അവർക്കൊരു എന്താ പറയാ ഡയറ്റ് തയ്യാറാക്കി ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുകയല്ല, മറിച്ച് അതിനൊരു ഡയറ്റ് പ്ലാനിങ് വേണം. അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. Then calculating calorie needs and nutritional care planning. അതായത് എന്താണ് കലോറി ആവശ്യകതകളും പോഷകാഹാരങ്ങൾ എത്രത്തോളം വേണം, എത്ര കലോറീസ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ഫോർ പേഷ്യൻസ്. അതായത് ഓരോ പേഷ്യൻസിനും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് വേണമെന്ന്. അതൊരു ഡയറ്റീഷ്യൻ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. സോ ഈ ഡയറ്റീഷ്യന്റെ ഓരോ പേഷ്യൻസിനും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു അസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം, ഒരു ഹെൽപ്പ് ഉണ്ടായിരിക്കണം. ഡയറ്റീഷ്യൻസിന്റെ ഒക്കെ ഒരു ഹെൽപ്പ് ഓരോ പേഷ്യൻസിനും ഉണ്ടായിരിക്കണം. Then OP and IP ഡയറ്റ് കൗൺസിലിംഗ്. അതുപോലെ OPD-യിലാണെങ്കിലും ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ഒരു ഡയറ്റ് കൗൺസിലിംഗ് പേഷ്യൻസിന് നമ്മൾ നൽകിയിരിക്കണം. ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഭക്ഷണ ആഹാരക്രമത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഒരു ഡയറ്ററി സർവീസസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ്സുകൾ അതുപോലെ തന്നെ നിങ്ങൾ വായിച്ച് പഠിക്കുക. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, മാക്സിമം അത് ഷോർട്ട് ആയിട്ടൊരു എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവുകളിലേക്ക് കുറിച്ചാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഒന്ന് വായിച്ചു നോക്കി ഒബ്ജക്റ്റീവ്സ് വായിക്കാം കേട്ടോ. അയച്ചോ ഒബ്ജക്റ്റീവ്സ്? ക്ലിയർ ആണല്ലോ ഒബ്ജക്റ്റീവ്സ്? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഡയറ്റീഷ്യൻസിനെ കുറിച്ചാണ് അടുത്തത് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡയറ്റീഷ്യൻസ് ഉണ്ടാകും. ഡയറ്റീഷ്യൻസ് ആണ് പേഷ്യൻസിന്റെ ഫുഡ്സും കാര്യങ്ങളും ഫുഡ് ചാർട്ടൊക്കെ തയ്യാറാക്കും. ഓരോ അസുഖത്തിന് അതിനായിട്ടുള്ള ഫുഡ് ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ആരാണ് ഡയറ്റീഷ്യൻസ് നോക്കാം. Dietitians are health professionals ideally skilled in implementing and altering good routines of an individual or population. Underline ചെയ്യാ കേട്ടോ. അതുപോലെ തന്നെ ഫുൾ ആയിട്ട് അണ്ടർലൈൻ ചെയ്യാ. Dietitians are health professionals ideally skilled in implementing and altering good routines of an individual or population. അണ്ടർലൈൻ ചെയ്തോ? ഡയറ്റീഷ്യൻസ് ആരാണ് ഡയറ്റീഷ്യൻസ് എന്നുള്ളതാണ് പറയുന്നത്. ഡയറ്റീഷ്യൻസ് എന്ന് പറയുന്നത് ഹെൽത്ത് പ്രൊഫഷണൽ ആണ് അല്ലെ. ഐഡിയലി സ്കിൽഡ് ഇൻ ഇംപ്ലിമെന്റിംഗ് ആൻഡ് ഓൾട്ടറിംഗ് ഗുഡ് റൂട്ടീൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ പോപ്പുലേഷൻ അല്ലെ. അതായത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ ഒരു ജനതയുടെയോ നല്ല ഒരു റൂട്ടീൻസ് എന്ന് വെച്ചാൽ ഗുഡ് റൂട്ടീൻസ്, അതായത് അവന്റെ ജീവിതത്തിൽ അവന്റെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള നല്ല ദിനചര്യകള് നടപ്പിലാക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും അത് ഓൾട്ടറിങ് ചെയ്യാനും. ഓൾട്ടർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താനും കഴിവുള്ള ഒരു വ്യക്തിയാണ് ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. ഡയറ്റീഷ്യന് ഒരു ഗുഡ് റൂട്ടീൻ എങ്ങനെയാണ് ഡയറ്റീഷ്യന് ആ ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്യാനും സാധിക്കും. അതുപോലെ ഓൾട്ടറിങ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ചിലപ്പോ അയാൾക്ക് കൊടുത്തതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരും അല്ലെ. ഇപ്പൊ ഷുഗർ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും, ചില ഫുഡ്സുകൾ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും,
സോ ഓരോ പേഷ്യന്റിന്റെ ഡിസീസസിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് വരുത്തിയിട്ടുള്ള ഒരു ഫുഡ് ചാർട്ടുകളും മറ്റും തയ്യാറാക്കാനും സാധിക്കുന്ന അതിനുള്ളൊരു സ്കിൽഡ് ആയിട്ടുള്ള കഴിവുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഡയറ്റീഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇനി a dietitian is the one who manages preparation of therapeutic or other diets for individuals or groups in hospital, institution, other establishment and for workers in particular sectors. അല്ലേ? ഇനി ഈ ഒരു ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ മാത്രമാണോ കാണുന്നത്? ആയിരിക്കോ? ഹോസ്പിറ്റലിൽ എന്തായാലും ഒരു ഡയറ്റീഷ്യന്റെ ആവശ്യമുണ്ട്. ദെൻ അതുപോലെ ഹോസ്പിറ്റല്, അതുപോലെ തന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകള് അല്ലെങ്കിൽ മറ്റ് ഓർഗനൈസേഷൻസുകള്, ഇവിടെയെല്ലാം വ്യക്തികൾക്കോ ഒരു കൂട്ടം ഇൻഡിവിജ്വൽസിനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനോ തെറാപ്റ്റിക് ആയിട്ടുള്ള ചികിത്സാപരമായിട്ടുള്ള ഒരു ഹെൽപ്പോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന എന്താണ് പ്രിപ്പറേഷൻ ഓഫ് തെറാപ്പി ചികിത്സാപരമായിട്ടുള്ളത് അതർ ഡയറ്റ്സ് ഫുഡ് ചാർട്ട് ഡയറ്റ് പ്ലാൻസുകളും ഇദ്ദേഹം തയ്യാറാക്കുന്നു. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ മാത്രമല്ല മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസോ മറ്റു ഓർഗനൈസേഷൻസിലോ അവർക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് തെറാപ്റ്റിക് ആയിട്ടുള്ള ഇതുപോലെ പേഷ്യൻസുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഡയബറ്റിക് പേഷ്യൻസ് ആവാം അല്ലെങ്കിൽ BP ഉള്ള പേഷ്യൻസ് ആവാം, മറ്റേതെങ്കിലും അസുഖങ്ങളുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടും ഫുഡ് ചാർട്ടുകളും മറ്റും പ്രിപ്പയർ ചെയ്യുന്നു. Instructs in the selection and proper preparation of food as per dietetic principles, discharge duties connected with nutrition programs and may be liable for food purchasing on behalf of an organization or establishment. എന്താണ് പറയുന്നത്? അതായത് ഇപ്പോ എന്താണ് നമ്മളുടെ ഒരു ഡയറ്റിക് പ്രിൻസിപ്പിളിനനുസരിച്ചുകൊണ്ട്, എന്താ ഡയറ്റിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഓരോ എന്താണ് ഓരോ അസുഖത്തിനും ഏത് രീതിയിലുള്ള ഫുഡ് കഴിക്കണം അല്ലെ എന്നുള്ള ആ ഒരു തത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അങ്ങനെയുള്ള ഒരു ഭക്ഷണം നമ്മൾ സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ അത് ശരിയായ രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും അത് അങ്ങനെ ചെയ്യാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെ. ഫുഡ് ഉണ്ടാക്കുന്ന വേറൊരു വ്യക്തി, കുറച്ച് ആളുകൾ ഉണ്ടാവുകയും ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഓരോന്നിന്റെയും അളവും കലോറി എത്ര വേണം അല്ലെങ്കിൽ എത്ര അളവ് എടുക്കണം എന്നുള്ളത് പറയുന്നത് ഡയറ്റീഷ്യൻ ആണ് പ്രിപ്പയർ ചെയ്തത്. സോ ഇദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ ഒരു ഇൻസ്ട്രക്ഷന്റെ അദ്ദേഹം അവിടെ നിങ്ങൾ പറയും കാര്യങ്ങള് ഇത്ര ഇത് കലോറി വേണം അല്ലെങ്കിൽ ഇത്ര ഇത് ചേർക്കണം അല്ലെ കണക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഡയറ്റീഷ്യൻ ആണ്. സോ അത് ശരിയായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ന്യൂട്രീഷൻ പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തേണ്ടത് ഇദ്ദേഹമാണ്. ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ഒരു ന്യൂട്രീഷൻ അവയർനെസ് ക്ലാസ്സുകളോ അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ ആണെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യണം, കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ ലയബിൾ ഫോർ ഫുഡ് പർച്ചേസിംഗ് ഓൺ ബിഹാഫ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ്. ആ ഒരു ഇപ്പോ ഹോസ്പിറ്റലിലാണെങ്കിലും ഓർഗനൈസേഷനിലാണെങ്കിലും ഫുഡിനുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനും അതിന്റെയും കൂടി ഒരു ഉത്തരവാദിത്തം ഈ ഒരു ഡയറ്റീഷ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആരാണ് ഡയറ്റീഷ്യൻസ് എന്നാണ് ഡയറ്റീഷ്യൻ എന്നാണ് ആ ഒരു പാരഗ്രാഫില് പറയുന്നത്. ഹെൽത്ത് പ്രൊഫഷണൽ ആണ്, ഐഡിയലി സ്കിൽഡ് ആണ്, ഇൻഡിവിജ്വലിനെയും അതുപോലെ തന്നെ പോപ്പുലേഷൻസിനെയും ഫുഡ് പ്രോട്ടീൻസും അതുപോലെ തന്നെ അതിനകത്ത് എന്തെങ്കിലും ഓൾട്ടറിംഗ് ഒക്കെ ചെയ്യാനും കഴിവുള്ള ഒരു വ്യക്തിയാണ് ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, വായിച്ചു നോക്കി ഡയറ്റീഷ്യൻ. അതിൽ ഫസ്റ്റ് ലൈനാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ആരാണ് ഡയറ്റീഷ്യൻസ് എന്നുള്ളത് ഇത് വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ ഡയറ്റീഷ്യൻസ്?
ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്? ഇങ്ങനെ ഒരു ഡയറ്ററി സർവീസസ് അല്ലെങ്കിൽ ഒരു ഡയറ്ററി മാനേജ്മെന്റിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ? ഉണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെയുള്ള ഒരു സർവീസസ്, ഡയറ്ററി സർവീസ് എന്ന് പറയുന്ന സപ്പോർട്ടിംഗ് സർവീസസിന്റെ ആവശ്യം ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാണ് ഉണ്ടെന്ന് പറയുന്നത്? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഡയറ്ററി സർവീസസ് വേണം എന്ന് പറയുന്നത്? പറഞ്ഞോളൂ. ആൻസർ കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ആശയങ്ങളിൽ നിന്ന് മതി. അല്ലാതെ എനിക്ക് ഭയങ്കര തിയറിറ്റിക്കൽ ആയിട്ടുള്ള ആൻസർ ഒന്നും വേണ്ട. നിങ്ങൾ സാധാ എന്താണോ നിങ്ങളുടെ ആശയം പറയാം. ഡിസീസസിന് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഓക്കെ, വേറെ എന്തൊക്കെയാണ്? ഫോർ ഗുഡ് ഹെൽത്ത്, അവെയർ ഓഫ് ഹെൽത്ത്, ബോഡി വെയിറ്റ്, ഒബിസിറ്റി. ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നുണ്ടോ? ടെക്സ്റ്റ് ബുക്ക് ആരും നോക്കണ്ട കേട്ടോ. നിങ്ങളുടെ ആൻസേഴ്സ് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞോളൂ. എനിക്കൊരു തിയറിറ്റിക്കൽ ആയിട്ടൊന്നും വേണമെന്നില്ല. നിങ്ങൾ എങ്ങനെയാണ് നോർമലി പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പറയാം. നോക്കിയിട്ടൊന്നുമില്ല, നല്ല കുട്ടികളാണ്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ, നോക്കാം. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്? ഡയറ്ററി മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ഫോർ ഹെൽത്ത്. ഓക്കെ, so a healthy lifestyle can be obtained by sustaining a balanced diet and keeping in consideration to meet all essential nutrients needed by the body. അല്ലെ, എന്താണ് പറയുന്നത്? ഒരു എന്താ പറയാ, ബാലൻസ്ഡ് ഡയറ്റ്. എന്താ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ബാലൻസ്ഡ്, അതായത് നമ്മളൊരു സമീകൃത ആഹാരം എന്നൊക്കെ പറയും അല്ലെ. സമീകൃത ആഹാരം നിലനിർത്തുന്നതിലൂടെ നമുക്കൊരു നമുക്ക് എന്താണ് സമീകൃത ഒരു ആഹാരം കറക്റ്റ് ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യസമയങ്ങളിൽ കഴിക്കാൻ. അത് എപ്പോഴും ചില ആളുകൾ ഫുൾ ടൈം എപ്പോഴും എന്തെങ്കിലും ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പറയില്ലേ, ഒരുപാട് ജങ്ക് ഫുഡ്സും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഫുഡ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്യാം. സോ അങ്ങനെ നമ്മൾ നിലനിർത്തുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ്, എല്ലാ പോഷകങ്ങളും നിറവേറ്റുന്നതിനായിട്ട് നമ്മൾ ഒരു ശ്രദ്ധ ചെലുത്തണമെന്ന്. ആ ശ്രദ്ധ ചെലുത്തുന്നതിലൂടെ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി, നമുക്കൊരു ജീവിതശൈലിയും ലൈഫ് സ്റ്റൈലും നല്ലൊരു ബോഡി നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ ചില ആളുകളുടെ എന്താണ് ഒരുപാട് ഇങ്ങനെ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുക, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കില്ല നോർമൽ. അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു സമയം തന്നെ ഉണ്ടാവില്ല ഫുഡ് കഴിക്കുന്നതില്. രാവിലെ തോന്നിയ സമയത്ത് കഴിക്കുക, ഉച്ചയ്ക്ക് ചിലപ്പോൾ കഴിച്ചു, ഉച്ചയ്ക്ക് ചിലപ്പോൾ കഴിക്കില്ല, വൈകിട്ട് ചിലപ്പോൾ എന്താണ് ഉച്ചക്കത്തേക്ക് കൂട്ടിയിട്ടായിരിക്കും കഴിക്കുക. അപ്പൊ അതൊന്നും ഒരു ശരിയായിട്ടുള്ള ഒരു ഡയറ്റ്, ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയാൻ പറ്റില്ല അല്ലെ. സോ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നല്ലൊരു ബോഡി നമുക്കത് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. A proper meal plan helps to achieve ideal body weight and lower the risk of chronic diseases like diabetes, cardiovascular and other type of cancer. അല്ലെ, അതായത് നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മീൽ പ്ലാൻ ഉണ്ട് എങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിയുടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് മറ്റ് ക്രോണിക് ഡിസീസസ്, ഡയബറ്റിക്സും അതുപോലെ കാർഡിയോവസ്കുലർ, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ പോലുള്ള അസുഖങ്ങളെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ, ഇമ്പോർട്ടൻസ് ഒന്ന് വായിക്കാം കേട്ടോ.
വായിച്ചായിരുന്നോ? മാം പോയി പുറത്ത് വിളിച്ചതാണോ? ഓക്കെ, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ് കേട്ടോ. റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻസ് നോക്കിയായിരുന്നോ? വായിച്ചോ ഇമ്പോർട്ടൻസ്? ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു അല്ലെ? ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം എക്സാമ്പിൾസ് ഫോർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡയറ്റ്. അല്ലെ, നമ്മൾ പറഞ്ഞു പല വിധത്തിലുള്ള അസുഖങ്ങൾക്ക് നമ്മൾ ഡിസീസസിന് നമ്മൾ ഡയറ്റ് എടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അവിടെ കുറച്ച് എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ കാർഡിയാക് ഡയറ്റ്. കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ. കാർഡിയാക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്? കാർഡിയാക് ഡിസീസസ്, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് അല്ലെ. സോ കാർഡിയാക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കാർഡിയോവസ്കുലർ ഡിസീസസ്, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള ഡിസീസസിനെയൊക്കെ നമ്മൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ഡയറ്റിംഗ് ആണ്. അപ്പൊ അതില് ഏതൊക്കെ തരത്തിലുള്ള ഫുഡുകളാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള ഭക്ഷണക്രമമാണ് കാർഡിയാക് ഡയറ്റിൽ. ഒരുപാട് ഫാക്ട് അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ അതിനകത്ത് അവോയ്ഡ് ചെയ്യും അല്ലെ. ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് എണ്ണ, അങ്ങനെ ഫാറ്റ് എന്നിങ്ങനെയൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഡയറ്റ് ആണ് അവിടെ കാർഡിയാക് ഡയറ്റ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. റീനിയൽ ഡയറ്റ്. റീനിയൽ ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീനിയൽ എന്താ അർത്ഥം? കിഡ്നി അല്ലെ, കിഡ്നി സംബന്ധമായിട്ടുള്ളത് അല്ലെ. റീനിയൽ ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിയുടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അല്ലെ, കിഡ്നി സംബന്ധമായിട്ടുള്ള. അപ്പോ അതിനുവേണ്ടി സെപ്പറേറ്റ് കഴിക്കുന്ന ഫുഡ്സും കാര്യങ്ങളൊക്കെയാണ് ലോ സോഡിയം അല്ലെ. ഓക്കെ, ലോ സോഡിയം ആയിട്ടുള്ള ഐറ്റംസും അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഫുഡിൽ അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ലോ സോഡിയം ഡയറ്റ് അടുത്തതാണോ നിങ്ങൾ പറഞ്ഞത്? റീനിയൽ ഡയറ്റ് ഇല്ലേ ടെക്സ്റ്റില്? ഉണ്ടോ? റീനിയൽ ഡയറ്റ് ഉണ്ടോ ടെക്സ്റ്റ് ബുക്കില്? ഉണ്ട്. ഓക്കെ, ദെൻ മൂന്നാമത്തത് ലോ സോഡിയം ഡയറ്റ് അല്ലെ. സോഡിയം ലിമിറ്റ് ആയിട്ടുള്ള ലിമിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡയറ്റിംഗ് ആണ്. അവിടെ കുറെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതൊക്കെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. സോഫ്റ്റ് ഡയറ്റ്. സോഫ്റ്റ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സോഫ്റ്റ് ഡയറ്റ്? കഞ്ഞി, ദോശ അല്ലെ. അതായത് ഇപ്പോ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ സോഫ്റ്റ് ഡയറ്റ് ആയിരിക്കും അവിടെ നമ്മള് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെ. ഒരു സർജറി കഴിഞ്ഞ ഉടനെ തന്നെ ഭയങ്കര ഹാർഡായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാനായിട്ട് പറയാറുണ്ടോ? ഡോക്ടേഴ്സ് പറയോ? സർജറി കഴിഞ്ഞ ഉടനെയൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും പൊടിയരി കഞ്ഞി എന്നൊക്കെ പറയും അല്ലെ. കേട്ടിട്ടുണ്ടോ? പൊടിയരി കഞ്ഞി കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഇഡ്ഡലി, ദോശ പെട്ടെന്ന് ദഹിക്കാനായിട്ടുള്ള ടൈപ്പിലുള്ള ഫുഡ്സ് ഒക്കെയാണ് കൂടുതലും നമ്മള് പേഷ്യൻസിന് കൊടുക്കുന്നത്. ഇനി ഡയബറ്റിക് ഡയറ്റ് അറിയാലോ, പറയണ്ടല്ലോ. ഡയബറ്റിക് ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ കട്ട് ചെയ്തിട്ടുള്ള ബാക്കി ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫുഡ്സുകളൊക്കെയാണ് നമ്മളവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ചപ്പാത്തി കൊടുക്കാം അല്ലെ. ഓക്കെ, ദെൻ ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറ്റില് കൂടുതൽ പ്രോട്ടീൻ ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസ്, പ്രോട്ടീന്റെ കുറവ് മൂലമുള്ളത് പ്രോട്ടീൻ ആയിട്ടുള്ള എഗ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് മിൽക്ക്, അങ്ങനെയുള്ള പ്രോട്ടീൻ ആയിട്ടുള്ള നട്ട്സ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കൂടുതൽ അവിടെ ഉപയോഗിക്കുന്നത്. ഇനി ലിക്വിഡ് ഡയറ്റ്. ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും ലിക്വിഡ് ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കുന്നത്? അതും ഇപ്പോൾ നമ്മള് ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നത് സർജറി ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞവർക്കും, അതുപോലെ തന്നെ മറ്റു ഗ്യാസ്ട്രോ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്കും, അതുപോലെ തന്നെ സ്വാലോസ് മീൻസ് ചവയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ. ചിലപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ചവയ്ക്കാനൊക്കെ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോ എന്തെങ്കിലും വായിലൊക്കെ എന്തെങ്കിലും സ്റ്റിച്ച് ഒക്കെ ഇട്ടിട്ടുണ്ടാകും, അതുപോലെ ട്യൂബ് ഒക്കെ ഇട്ട പേഷ്യൻസ്, അങ്ങനെയുള്ളവർക്കാണ് ലിക്വിഡ് ഡയറ്റ് പറയുന്നത്, ട്യൂബ് ഒക്കെ ഇട്ടിട്ടുള്ള പേഷ്യൻസ്. ഓക്കെ, അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ് ആണ് നമ്മൾ നോക്കിയത്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാണ്ട് മനസ്സിലാക്കി പഠിക്കണേ. കാർഡിയാക്, റീനിയൽ, ലോ സോഡിയം ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്, ഡയബറ്റിക് ഡയറ്റ്, ഹൈ പ്രോട്ടീൻ, ലിക്വിഡ് ഡയറ്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷനും ഡിസൈനും പഠിക്കാറില്ലേ നമ്മള് ഓരോ ചാപ്റ്റേഴ്സിലും ഇല്ലേ? ഓരോ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ റേഡിയോളജി ആണെങ്കിലും ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും വാർഡ് ആണെങ്കിലും അതിന്റെ ലൊക്കേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം, എവിടെയാണെന്ന് അറിയണം അല്ലെ. അപ്പൊ ഇവിടെ ഡയറ്ററി സർവീസസിന്റെ ലൊക്കേഷൻ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. It is on the ground floor that this department is preferably located. അല്ലെ,
അതായത് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളത്, ഏറ്റവും ഈ ഒരു ഡയറ്ററി സർവീസസിന് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കും. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് തന്നെ അണ്ടർലൈൻ ചെയ്യുക. ഇറ്റ് ഈസ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ that this department is preferable located. ഏറ്റവും ഡയറ്ററി സർവീസസിന് അഭികാമ്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കും. ഇനി the design and physical facilities of the department have an importance on the standard of food service, labor cost and morale of employee. എന്താണ് പറയുന്നത് ലൊക്കേഷനിൽ പറയുന്നത് അല്ലെ? അതായത് നമ്മൾ പറഞ്ഞു ഗ്രൗണ്ട് ഫ്ലോർ ആണ് എപ്പോഴും ഒരു ഡയറ്ററി സർവീസസിന് അഭികാമ്യമായിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഭൗതികമായിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഫെസിലിറ്റീസുകൾ ഉണ്ടായിരിക്കണം. സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസ് എല്ലാം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫുഡ് സേവനമായിരിക്കണം കൊടുക്കുന്നത്. അതുപോലെ ലേബർ കോസ്റ്റ് ആണെങ്കിലും then എംപ്ലോയീസിന് ഒരു മൊറൈൽ കൊടുക്കുക, എംപ്ലോയീസിന് ഒരു മനോവീര്യമൊക്കെ നമ്മൾ മനോധൈര്യമൊക്കെ കൊടുക്കുക എന്നിവയ്ക്കെല്ലാം ഇതിന് പ്രാധാന്യമുണ്ട് അല്ലെ? അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അത്യാവശ്യം അവർക്ക് വേണ്ടുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുക. then അവരുടെ ലേബർ കോസ്റ്റ് കൃത്യമായിട്ട് നൽകണം, ഒരു നിശ്ചിത ഒരു കോസ്റ്റ് ഉണ്ടായിരിക്കണം. then സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫുഡ് സർവീസ് ആയിരിക്കണം അവര് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇത്രയുമാണ് ലൊക്കേഷൻ ആൻഡ് ഡിസൈനിൽ പറയുന്നത്. ലൊക്കേഷൻ മെയിൻ ആയിട്ട് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. പ്രിഫറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിളും ഈ ലൊക്കേഷനും കൂടി ഒന്ന് വായിച്ചു നോക്കിയേ. ഒരു പ്രാവശ്യം വായിക്കണേ, എക്സാമ്പിളും അതുപോലെ ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് വൺ പറയുന്നത് സ്റ്റാഫിംഗ് ആണ്. ഡയറക്ടർ സർവീസസിന്റെ ഒരു സ്റ്റാഫിംഗിന്റെ ചെറിയൊരു ഫ്ലോ ചാർട്ട് പോലെ തന്നിരിക്കുകയാണ്. നോക്കാം. ഫസ്റ്റ് വൺ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ്. മെഡിക്കൽ സൂപ്രണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? സീനിയർ ലെവൽ ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ദെൻ അതിന്റെ കീഴിൽ വരുന്നതാണ് ചീഫ് ഡയറ്റീഷ്യൻ ഉണ്ടാകും. ദെൻ ചീഫ് ഡയറ്റീഷ്യന്റെ കീഴിൽ ഡയറ്റീഷ്യൻ വരുന്നു. ദെൻ ഡയറ്റീഷ്യന്റെ കീഴിൽ സൂപ്പർവൈസർ ഉണ്ടാകും, കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കാനായിട്ട്. സൂപ്പർവൈസറിന്റെ കീഴിൽ എന്താണ്? കുക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ എന്താണ്? വിയേഴ്സ് ഉണ്ടാവും, അതായത് ഡെലിവറി ഒക്കെ ചെയ്യുന്നവരും അല്ലെങ്കിൽ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഓരോ നമ്മളെ കൊണ്ടേ കൊടുക്കുന്ന റൂംസിലൊക്കെ കൊണ്ട് ഡെലിവറി ഒക്കെ ചെയ്യുന്നവരുണ്ടാകും. അതുപോലെ കുക്കിന്റെ കീഴിൽ ഒരു അസിസ്റ്റന്റ് ഉണ്ടാവും. ബിയേഴ്സിന്റെ കീഴിൽ ഒരു ക്ലീനേഴ്സ് ഉണ്ടാവും. ആ നമ്മള് ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യാനൊക്കെ മറ്റും ഒരു ക്ലീനേഴ്സ് ഉണ്ടാവും. ജസ്റ്റ് ഒരു സ്റ്റാഫിങ്ങിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ്. ഒന്ന് വായിച്ചു നോക്കാം ഒരു പ്രാവശ്യം. സ്റ്റാഫിങ്ങിന്റെ ഫ്ലോ ചാർട്ട് ഒന്ന് വായിക്കാം. എളുപ്പമാണത്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ടോപ്പില് മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ്. ദെൻ ചീഫ് ഡയറ്റീഷ്യൻ, ഡയറ്റീഷ്യൻ, സൂപ്പർവൈസർ വരും, ഒരു കുക്ക് ഉണ്ടാവും, ഒരു നേഴ്സ് ഉണ്ടാവും, അസിസ്റ്റന്റ് കുക്ക് ഉണ്ട്, ക്ലീനറും ഉണ്ട്. നോക്കിയോ?
ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റോൾ ഓഫ് ഡയറ്റീഷ്യൻ. അപ്പൊ നമ്മൾ പഠിച്ചു ഡയറ്റീഷ്യൻ ആരാണ്, അല്ലെ, മെഡിക്കൽ പ്രൊഫഷണൽ ആണ്, അനുസരിച്ചിട്ടുള്ള രോഗങ്ങളൊക്കെ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് ഡയറ്റീഷ്യന്റെ റോളാണ്. പ്രധാനമായിട്ടും ഡയറ്റീഷ്യന് 4 റോളുകളാണ് ഉള്ളത്. ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കൊമേഴ്സ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഇപ്പൊ ഒരു ഡയറ്റീഷ്യന്റെ പ്രധാനപ്പെട്ട 4 റോളുകൾ നോട്ട് ചെയ്ത് വെക്കാട്ടോ, സൈഡിലൊന്ന് നോട്ട് ചെയ്യണേ. ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കൊമേഴ്സ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഓക്കെ, സൈഡിൽ മാർക്ക് ചെയ്തോ? ഇമ്പോർട്ടന്റ് ആണ് 4 റോൾസ്. Then inpatient catering. എന്താണ് inpatient catering എന്ന് നോക്കാം. It deals with provision of meals to the patients who are admitted in the hospital. അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് അവരുടെ പ്രൊവിഷൻ ചെയ്യാതെ അവർക്കുള്ള ഫുഡ്സും കാര്യങ്ങളൊക്കെ പ്രൊവിഷൻ ചെയ്യുക. It should be a balanced diet that provides sufficient calories considering the type of underlying illness, any extra nutritional needs and the normal food habits of a patient in the state. അതായത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് സഫീഷ്യന്റ് എങ്കിലും അതിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള കലോറീസ് കൺസിഡർ ചെയ്തിട്ട് പേഷ്യന്റിന്റെ ഇൽനെസ്സിനനുസരിച്ചുകൊണ്ട് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനാണ് നമ്മൾ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. ദെൻ അവരുടെ ബാലൻസ്ഡ് ഡയറ്റ്, അതായത് അവരുടെ അസുഖത്തിനനുസരിച്ചിട്ടായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്രിപ്പയർ ചെയ്യുക. അതിനകത്ത് സഫീഷ്യന്റ് ആയിട്ടുള്ള കലോറീസ് ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഇനി എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ് ആവശ്യമെങ്കിൽ ന്യൂട്രീഷണൽ നീഡ്സും മറ്റും ഒരു അവരുടെ അവസ്ഥ എങ്ങനെയാണോ അവരുടെ രോഗത്തിന്റെ കണ്ടീഷൻസിനനുസരിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള മീൽസ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഇൻപേഷ്യന്റ് നമുക്ക് അറിയാലോ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ്. അപ്പൊ അവർക്ക് വേണ്ടി അവരുടെ അസുഖങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മൾ അവിടെ ഡയറ്റീഷ്യൻസിന്റെ ഒരു പ്ലാൻസ് പ്രകാരം അവർക്കുള്ള ഫുഡ്സ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ഒന്ന് വായിച്ചു നോക്കി. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ഓക്കെ. ഇനി രണ്ടാമത്തത് നോക്കാം, ഡയറ്റ് കൗൺസിലിംഗ്. എന്താണ് ഡയറ്റ് കൗൺസിലിംഗ്? Can be given as outpatient diet clinics when patients are referred by clinicians, dietitians to calculate their dietary needs in view of the body weight. അല്ലെ, നമ്മുടെ ശരീരഭാരം കണക്കിലെടുത്തുകൊണ്ട് ഭക്ഷണക്രമമൊക്കെ കണക്കാക്കാനും ക്ലിനീഷ്യന്മാർ എന്ത് ചെയ്യും, ഡോക്ടേഴ്സ് ചിലപ്പോ ഡയറ്റീഷ്യനെ റെഫർ ചെയ്യും. അല്ലെ, ഇപ്പോ ചിലപ്പോ അങ്ങനെ നമ്മളുടെ ഈ ഭക്ഷണക്രമവും അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാരമൊക്കെ ഓവർ വെയിറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഡയറ്റീഷ്യനെ കാണാനായിട്ട് ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, റെഫർ ചെയ്യുന്നു. ദെൻ അത് ഒരു ഔട്ട് പേഷ്യന്റ് ക്ലിനിക്ക് പോലെ നമുക്ക് എടുക്കാവുന്ന. Then underlying diseases, food habits, availability and acceptability of various foods depending upon economic condition of each patients. ഓരോ പേഷ്യൻസിന്റെയും രോഗത്തിനനുസൃതമായിട്ടുള്ള ഫുഡ്സ്, അവരുടെ ഹാബിറ്റ്സ്, ഇനി അവൈലബിലിറ്റി, അക്സെപ്റ്റബിലിറ്റി, വേരിയസ് ഫുഡ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ എക്കണോമിക് കണ്ടീഷൻ, അവരുടെ ഇക്കണോമിക് കണ്ടീഷനും കൂടി നോക്കിക്കൊണ്ടാണ് അവർക്കായിട്ടുള്ള ഇന്ന ഫുഡുകൾ കഴിക്കണം. ചിലപ്പോൾ എല്ലാവർക്കും ഈക്വലായിട്ടുള്ള ഇക്കണോമിക് കണ്ടീഷൻ ആയിരിക്കില്ല. സോ ആ ഒരു രീതിയിലുള്ള ഫുഡ്സ് കാര്യങ്ങൾ അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. Then patients are usually given a diet to be followed by them along with certain foods either to be discarded or to be preferred. അല്ലെ, ഡയറ്റ് പറയുന്നതാണ്. ചിലപ്പോ ചില ഫുഡുകൾ പേഷ്യന്റ് മുൻഗണന കൊടുക്കും, ചില ഫുഡുകൾക്ക് പ്രിഫർ കൊടുക്കും, ചിലതിനെ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടും വരുന്നു. അതൊക്കെയാണ് നമ്മൾ ഇപ്പൊ ഡയറ്റ് കൗൺസിലിംഗിലൂടെ പറയുന്നത്. അല്ലെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ അവർ ഷുഗർ കഴിവതും മാക്സിമം ഒഴിവാക്കേണ്ടതായിട്ട് വരും. ചിലതിന് നമുക്ക് കൂടുതൽ മുൻഗണന കൊടുക്കണം. അല്ലെ, ഇപ്പോ
അരിയാഹാരം കഴിക്കാൻ പാടില്ല എന്ന് പറയും ഷുഗർ പേഷ്യൻസ്. അല്ല, അതിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുകയാണ്, അവോയ്ഡ് ചെയ്യുകയാണ്. നേരെ മറിച്ചിട്ട് ബാക്കിയുള്ള ഫുഡ്സുകൾ അവരെ നമുക്ക് പ്രിഫർ ചെയ്യും അല്ലെ. അപ്പോ അങ്ങനെ ചിലതിനെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും, ചിലതിനെ നമുക്ക് എന്ത് ചെയ്യണം, പ്രിഫർ ചെയ്യേണ്ടതായിട്ടും വരുന്നു. ഓക്കെ, ടൈപ്പ് കൗൺസിലിംഗ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കാനുള്ളൂ, അതിൽ ബൈ ഹാർട്ട് പഠിക്കാനൊന്നുമില്ല. പ്രധാനമായിട്ടും ആ 4 എന്താ ഡയറ്റീഷ്യന്റെ റോള് 4 ഹെഡ്ലൈൻസ് ഒന്ന് പഠിച്ചു വെക്കാം. ഇതിനുള്ളിലുള്ളത് എന്താണ് ചെയ്യുന്നത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കാം. പ്രധാനമായിട്ടും ആ 4 പോയിന്റ്സുകൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് വരുന്നത് കൊമേഴ്സ്യൽ കാറ്ററിംഗ്. 4 ഫങ്ഷൻസ് ആണ് കേട്ടോ, റോളാണ് നമ്മൾ പറയുന്നത്. അതിൽ 3ാമത്തെയാണ് കൊമേഴ്സ്യൽ കാറ്ററിംഗ്. അതിൽ ഒരു 5 പോയിന്റ് ആണ് നോക്കാം. സർവീസസ് ഇൻ ദ ഫോം ഓഫ് എ സ്റ്റാഫ് ക്യാൻറ്റീൻ. ക്യാൻറ്റീനിന്റെ ഒരു ഫോമിലാണ് ഈ കൊമേഴ്സ്യൽ കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയാണ്? പ്രൊവിഷൻ ഓഫ് മീൽസ് ഉണ്ടാവും, ടീ ഉണ്ടാവും, സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് എക്സെട്ര. Then cheaper than cost run by private parties. പ്രൈവറ്റ് പാർട്ടീസ് നടത്തുന്നതിനേക്കാളും കുറഞ്ഞൊരു ചിലവിലായിരിക്കും ഈ ക്യാൻറ്റീനുകൾ റൺ ചെയ്യുന്നത്. Then administration can control the quality of food services. അല്ലെ, ഭക്ഷണത്തിനും ഭക്ഷണ സേവനങ്ങളുടെ ഗുണനിലവാരമൊക്കെ അഡ്മിനിസ്ട്രേഷനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സർവീസസ് ക്യാൻ ബി ഗിവൻ ടു സ്റ്റാഫ്, അറ്റൻഡൻസ്, വിസിറ്റേഴ്സ്. ഇനി നമ്മൾ ഈ കൊടുക്കുന്ന കാറ്ററിംഗ് സേവനം സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ അറ്റൻഡൻസിനും വിസിറ്റേഴ്സിനും ഇത് ലഭ്യമാണ്. കൊമേഴ്സ്യൽ കാറ്ററിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. കൊമേഴ്സ്യൽ കാറ്ററിംഗിലെ പോയിന്റ്സ് ഒന്ന് വായിക്കാം. പോയിന്റ്സുകൾ അതുപോലെ തന്നെ പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ഒരു സെന്റൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റൽസ് ക്യാൻ ഹാവ്. മൂവബിൾ എന്നാണോ ഇതിരിക്കുന്നത്? മൂവബിൾ ആണോ ടെക്സ്റ്റില്? ആണോ? മൊബൈൽ നിന്നാണോ? ഓക്കെ, അത് മൂവബിൾ എന്നാക്കാമോ? മൊബൈൽ നിന്നാണോ? മൂവബിൾ ആണ്. ഓക്കെ, then movable vending machines in certain locations like OPD, casualty block, etc. വെൻഡിങ് മെഷീൻസ് ഉണ്ടാവുന്നത്. എന്താണ് ഈ വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? കേട്ടിട്ടുണ്ടോ വെൻഡിങ് മെഷീൻ? അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നു, എല്ലാ ഹോസ്പിറ്റലുകളിലും ലഭ്യമാണോ എന്നൊക്കെ അറിയില്ല. അതായത് ചെറിയ ഇതുപോലെ ഇപ്പൊ നമ്മുടെ കോള അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ പോലുള്ള വസ്തുക്കള് അതിൽ തന്നെ നമുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട്
നമുക്ക് ക്യാഷ് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിന്റെ സംഭവം നമുക്ക് കിട്ടും. ഒരു പെപ്സി ആണെങ്കിൽ ആ പെപ്സിയുടെ എമൗണ്ട് നമ്മൾ അത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കും. നമ്മുടെ വേറൊരാളുടെ ആവശ്യമില്ല, എടുത്തു തരാനോ അങ്ങനെയുള്ള വേറൊരു ആളുകൾ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഫോറിൻ കൺട്രീസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടോ? എല്ലാ ഹോസ്പിറ്റലുകളിലും ഇത് ഉണ്ടാവണമെന്നില്ല കേട്ടോ, കണ്ടിട്ടില്ലേ? ഫോറിൻ കൺട്രീസിലൊക്കെയാണ് കൂടുതലായിട്ടും ഇത് നമ്മള് ഫിലിമിലും നിങ്ങൾ സോങ്ങിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഇൻസേർട്ട് ചെയ്യുക, നമുക്ക് തനിയെ വാങ്ങിയെടുക്കാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ളത് ചിലപ്പോൾ ചില ഹോസ്പിറ്റലുകളിൽ OPD-യിലാണെങ്കിലും കാഷ്വാലിറ്റിയിലൊക്കെ ആണെങ്കിലും അത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് നാലാമത്തത് കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. നാലാമത്തെ റോളാണ് ഹോസ്പിറ്റൽ സ്റ്റാഫ് such as nurses, nursing aides, residents, technicians, cooks, etc. would be educated considering type of foods, balanced caloric value, etc. The department can have in-services teaching programs for the staff. അതായത് ഇവിടെ പറയുന്നത് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക്, നഴ്സസിനും നഴ്സിംഗ് എയ്ഡിനും റെസിഡൻസിനും, അതുപോലെ തന്നെ എന്താണ് റെസിഡൻസ് എന്ന് പറഞ്ഞാൽ അവിടെ മീൻസ് അവിടെയുള്ള പേഷ്യൻസുകൾ താമസിക്കുന്നവര്, ടെക്നീഷ്യന്മാര്, കുക്സ്, അതുപോലുള്ളവർക്ക് ടൈപ്സ് ഓഫ് ഫുഡ്സ് കൺസിഡർ ചെയ്ത് ഫുഡ്സിന്റെയും അതുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റും അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റും അതുപോലെ തന്നെ കലോറിക് വാല്യൂ, എത്രത്തോളം കലോറീസ് നമ്മൾ ചേർക്കണം, ഓരോന്നിനുള്ള ഫുഡ് ഐറ്റംസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ്സുകൾ, ഇതിനെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാംസോ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പരിപാടികൾ പോലെ സംഘടിപ്പിക്കുന്നതാണ് ഈ എല്ലാ സ്റ്റാഫുകൾക്കും. ഓക്കെ, അപ്പോ 4 റോളാണ് നമ്മളിപ്പോ പഠിച്ചത്. റോൾ ഓഫ് ഡയറ്റീഷ്യൻസ്, ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കൊമേഴ്സ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഓക്കെ, അവിടെ വരെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കൂ. ഇനി ഞാൻ അടുത്ത ദിവസം ക്ലാസ്സിൽ ഒന്ന് ചോദിക്കുമ്പോൾ കുറെ പേർക്ക് ഓർമ്മയുണ്ടാവില്ല. എഡ്യൂക്കേഷൻ 4 റോൾസ് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഫങ്ഷൻസ് ആണ്. വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ് കേട്ടോ. അടുത്തൊരു ക്ലാസ് മതിയാവും നമുക്ക്. അടുത്തൊരു ക്ലാസ് കംപ്ലീറ്റ് വേണ്ടാന്ന് തോന്നുന്നു അല്ലെ? കുഞ്ഞു ചാപ്റ്റർ ആണ്. മേ ബി 2 ക്ലാസ്സോട് കൂടി നമുക്ക് തീർക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ഭാഗം എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.